ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 22. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമഃ സിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. വിവർത്തനം. താനേ വന്നുചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്വമുക്തനും നിർമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബദ്ധനല്ല. ഭാവാർത്ഥം: കൃഷ്ണാവബോധവാനായ വ്യക്തി സ്വന്തം ശരീരം പരിപാലിക്കുന്നതിനു വേണ്ടി പോലും ഏറെ പ്രയത്നിക്കാറില്ല. തനിയെ വന്നുചേരുന്ന നേട്ടങ്ങളാൽ തൃപ്തനാണ് അയാൾ. യാചിക്കുകയോ കടം വാങ്ങുകയോ ചെയ്യാതെ കഴിവിനനുസരിച്ചുള്ള സത്യസന്ധമായ പ്രയത്നം കൊണ്ട് കിട്ടുന്ന ആദായത്താൽ അയാൾ തൃപ്തനാകുന്നു. സ്വതന്ത്രമായി ഉപജീവനം കഴിക്കുന്നു. കൃഷ്ണാവബോധത്തിലുള്ള തൻ്റെ സേവനത്തിന് മറ്റാരുടെയും പ്രവൃത്തി തടസ്സമായി തീരാൻ അനുവദിക്കുകയില്ല. എങ്കിലും ഭൗതിക ലോകത്തിലെ ദ്വന്ദ്വങ്ങളാൽ അസ്വസ്ഥനാകാതെ ഭഗവത് സേവനാർത്ഥം ഏത് ജോലിയിൽ ഏർപ്പെടാനും ഭക്തന് കഴിയും. സുഖദുഃഖങ്ങളായോ ശീതോഷ്ണങ്ങളായോ ആണ് പ്രപഞ്ചത്തിൻ്റെ ദ്വന്ദ്വാത്മകത അനുഭവപ്പെടുന്നത്. കൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കാൻ മടിക്കാത്ത കൃഷ്ണാവബോധവാനായ വ്യക്തി ഈ ദ്വന്ദ്വങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് വിജയത്തിലും പരാജയത്തിലും അയാൾക്ക് കുലുക്കമില്ല. പൂർണ്ണമായി അതീന്ദ്രിയജ്ഞാനം നേടിയവരുടെ ലക്ഷണമാണിത്. ശ്ലോകം 23. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരതഃ കർമ്മ സമഗ്രം പ്രവീലിയതേ. വിവർത്തനം. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. ഭാവാർത്ഥം: പൂർണ്ണമായ കൃഷ്ണാവബോധമുണ്ടാകുമ്പോൾ ഒരാൾ ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. അതോടെ ത്രിഗുണങ്ങളാലുള്ള മാലിന്യം നീങ്ങുന്നു. കൃഷ്ണനുമായി ബന്ധത്തിലുള്ള തൻ്റെ മൂലസ്വരൂപം അറിയാവുന്ന അയാൾക്ക് മുക്തനാവാം. കൃഷ്ണാവബോധത്തിൽ നിന്ന് അയാളുടെ മനസ്സിനെ പിൻവലിക്കാൻ സാധ്യമല്ല. അപ്രകാരം അയാൾ ചെയ്യുന്നതെന്തും ആദിമ വിഷ്ണുവായ കൃഷ്ണനു വേണ്ടിയാണ്. പരംപുരുഷനായ കൃഷ്ണനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവയാണ് യജ്ഞങ്ങൾ. അതുകൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം യജ്ഞങ്ങളാണ്. അവയിൽ നിന്നുള്ള പ്രതികരണങ്ങളും അതീന്ദ്രിയതയിൽ ലയിക്കുന്നതിനാൽ അയാൾ ഭൗതിക ഫലങ്ങളാൽ കഷ്ടപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.